ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇരിക്കുമ്പോ തമ്പുരാനിരുന്ന അടുത്ത സിംഹാസനത്തിൽ ഭദ്രേട്ടനും ഇരിക്കണം. ഉറപ്പായി. ദേ, എല്ലാത്തിനും ഞാനും കുഞ്ഞോടൊപ്പം ഉണ്ടാവും. പക്ഷേ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഇതിനകത്ത്? ഇതാണ് മണിമാല. ദേവിയുടെ തിരുവാഭരണം. തിരുവാഭരണോ? ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെ ഐശ്വര്യം ഈ മണിമാലയാ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തമ്പുരാട്ടി എന്നെ ഏൽപ്പിച്ചതാ. പിന്നീട് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തിരികെ അമ്പലത്തിൽ വെക്കാൻ പറ്റിയില്ല. ഒരുപാട് പേരുടെ ജീവന്റെ വിലയുണ്ട് ഇതിന്. ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഇത് നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് പോയാലോ? അതെങ്ങനെയാ? അതും ഈ രാത്രിയില്? എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്തിട്ടല്ലേ ഇത് വെക്കേണ്ടത്. ഈ സമയം നമ്മളെങ്ങനെ അമ്പലത്തിൽ കയറുക? അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. താൻ എന്റെ കൂടെ ഒന്ന് നിൽക്കുവോ? ഇനിയും ഇതെന്റെ കയ്യിലിരുന്നാ എനിക്കും അത് അപകടമാവും. ഇന്ന് പൗർണമിയാ, ദേവി കടാക്ഷമുള്ള ദിവസം. ഒരാപത്തും വരാതെ ദേവി കാത്തോളും. താൻ പറയുന്നതൊക്കെ ശരിയാ. ഇന്ന് രാത്രി ഇനിയും റിസ്ക് എടുക്കണോ? ഇത്രയും നാള് മണിമാല ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്തതും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് താൻ ഇത് എടുത്തതും ഇപ്പൊ ഞാനിത് കണ്ടതും ഒക്കെ ദേവിയുടെ പദ്ധതിയാണെങ്കിലോ? ദേവിയുടെ ആഭരണം ദേവിക്ക് തന്നെ കൊടുത്തിട്ട് പോവാം. ഭക്തിയുടെ കാര്യം മാത്രമല്ലടോ, ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെയും സമാധാനത്തിന്റെ കാര്യം കൂടിയാ. ഈ നാട് പൗർണമി രാത്രി മണിമാല. ഇനി ഇതുപോലൊരവസരം കിട്ടിയെന്ന് വരില്ല. താൻ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇത് അമ്പലത്തിൽ തിരികെ വച്ചിട്ടേ വരുന്നുള്ളൂ. ഞാൻ നേരത്തെ ഭദ്രേട്ടനോടൊരാഗ്രഹം പറഞ്ഞില്ലേ? അത് വെറുതെ പറഞ്ഞതല്ല. ശരിക്കും ഈ കൊട്ടാരം എനിക്ക് വേണം. കുഞ്ഞോളോട് ഞാനും വെറുതെ പറഞ്ഞതല്ല. എന്ത് സംഭവിച്ചാലും നിന്റെ പേരില് ഈ ഏട്ട രജിസ്റ്റർ ചെയ്തു തരും. ഇതുപോലെ 10 എണ്ണം വയ്ക്കാനുള്ള ആസ്തിയുണ്ട് ഇപ്പോഴേ ഈ രമയ്ക്ക്. എത്ര കോടികൾ മുടക്കി ഇതിനേക്കാൾ നല്ലത് വെച്ചാലും ഇതിന്റെ ഭംഗിയും തലയെടുപ്പും അതിനുണ്ടാവില്ല. ഇത് സ്വന്തമാക്കാൻ പണമോ പവറോ എന്തു തന്നെ ആയാലും അതിന് രമയ്ക്ക് സമ്മതം. നമ്മളിവിടെ അനുഭവിച്ചതിനൊക്കെ ഓരോ അനുഭവത്തിനും ഓരോ കോടി വെച്ചായാൽ പോലും ഞാൻ ഇത് സ്വന്തമാക്കും. പണം കൊടുത്ത് ഞാൻ വാങ്ങാൻ പോകുന്നതേ എന്റെ നല്ലതല്ലാത്ത ഓർമ്മകളാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്കിത് വേണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇവിടുത്തെ സിംഹാസനത്തിൽ എനിക്കൊന്നിരിക്കണം. അതിങ്ങനെ രാത്രിയിൽ ആരും കാണാതെ വന്നല്ല, പട്ടാപ്പകൽ എല്ലാവരും കാണെ. കൊട്ടാരത്തിലെ പഴയ തമ്പുരാട്ടിയിരുന്ന സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുമ്പോ തമ്പുരാനിരുന്ന അടുത്ത സിംഹാസനത്തിൽ ഭദ്രേട്ടനും ഇരിക്കണം. ഉറപ്പായി.
എല്ലാത്തിനും ഞാനും കുഞ്ഞോടൊപ്പം ഉണ്ടാവും. പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. നീ ഇത് സ്വന്തമാക്കുമ്പോ നിന്റെ മകന്റെ ഭാര്യ എന്റെ മകളായിരിക്കണം. അവള് വേണം ഈ കൊട്ടാരത്തിലെ ആദ്യത്തെ വിളക്ക് കത്തിക്കാൻ. ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് എതിരാവും. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും. ആ, അതിപ്പോ ഭദ്രേട്ടൻ പറഞ്ഞ വാചകത്തിൽ പേടിച്ചിട്ടല്ല. എനിക്ക് ഭദ്രേട്ടനെ കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ശിവദാസന്റെ കാര്യം. എനിക്ക് വാക്ക് തന്നിട്ട് ഇതുവരെ അതിൽ ഒരു അനക്കവുമില്ല. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോ ചെയ്തു തന്നതും ഇങ്ങോട്ട് ചെയ്യാമെന്ന് ഏറ്റതും മറന്നു പോവരുത്. ആ, ശരി. ഉം. പതുക്കെ സൂക്ഷിച്ച്. കുഴപ്പമൊന്നുമില്ല. വാ. ഇതാ അമ്പലം. വണ്ടി ഇവിടെ ഇടണ്ട. ആരെങ്കിലും കണ്ട സംശയം തോന്നും. നമുക്ക് ദാ അപ്പുറത്തേക്ക് മാറ്റിയിടാം. കയ്യും കാലും ഒക്കെ ശുദ്ധമാക്കിയിട്ട് വന്ന് ഇതെടുത്തോണ്ട് പോവാം. താമ്പാ.